ഹലോ ഹലോ ഗൈസ്, ഹായ് 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 ഹായ്. കുറച്ച് പേര് കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യെസ്, ഹലോ ഹായ്. ക്യാൻ വി എക്സ്പെക്ട് എ മെയിൽ കോമണർ ദിസ് ഇയർ? യെസ്, നന്നായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് സീസൺ 6 കോമണറിന്റെ പ്രൊമോ ലോഞ്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, കോമണറായിട്ടാണ് കയറിയത്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ അവസരമാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. എല്ലാവരും പ്രൊമോ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കണ്ടാലും പ്രൊമോ. യെസ്, ബിഗ് ബോസ് സീസൺ ആണ് റിയൻ. അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. എങ്ങനെയാ ഏതാ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പ്രൊമോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രൊമോയിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും പ്രൊമോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. അപ്പോൾ മൈജി നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു മൈജി ഷോറൂമിൽ പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോ പോകാൻ പാടില്ല. അപ്പോൾ 3 മിനിറ്റിനുള്ളിലായിരിക്കും നിങ്ങൾ വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 50 MB അപ്ലോഡ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ലാസ്റ്റ് ഇയർ ഞാൻ ഇതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ നിർത്താൻ മതിയായിരുന്നു. വീഡിയോ നിൽക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 50 MB ആയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഡൗട്ട് ഉള്ളവരൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാം. Hello, quick question. If anyone is outside India, can they do normal video other than MyG because it's not available outside? Actually, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒരു എന്താ പറയുക, എനിക്ക് അത്രമാത്രം ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അത് ഏഷ്യൻകാരനെ ഏതെങ്കിലും ഒരു രീതിയിൽ സ്റ്റോറി ബേസ് ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ആ വെബ്സൈറ്റിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മെയിനായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. മൂവി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ? മൂവി ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അതിലൊരു എന്താ പറയുക, ഒന്നും പറയാറായിട്ടില്ല. MyG ഷോറൂംസ് ആർ നോട്ട് ദർ ഔട്ട്സൈഡ് കേരള. പറ്റുള്ളൂ. ഓക്കെ, കേരളത്തിന്റെ പുറത്തില്ലെന്നാണ് പറഞ്ഞു. പക്ഷേ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഓക്കെ. പക്ഷേ ഇന്ത്യക്ക് അകത്ത് ഓൾമോസ്റ്റ് MyG ഷോറൂംസുകളെല്ലാം അവൈലബിൾ ആണ്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. യെസ്, ഹായ് ഹായ്. ലക്ഷ്മി രാജ് MyG. ഓക്കെ, മണികണ്ഠൻ എല്ലാ MyG ഷോറൂമിലും ഉണ്ടോ? തിരുവനന്തപുരം കാരമന ഷോറൂമിലും ഉണ്ടോ? എല്ലാ പുതിയ MyG എല്ലാ ഷോറൂമുകളിലും ആ ഒരു ഷൂട്ടിംഗ് സ്പേസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഷോറൂമിൽ എത്തിയിട്ട് അവിടെയുള്ള ആരെങ്കിലും ചോദിച്ചാൽ മതി. ഹലോ, ഭാഗ്യ വർക്കല ഹായ് ഭാഗ്യ. ഹലോ, ചെന്നൈയിലില്ല. ചെന്നൈയിലുണ്ടാവുമല്ലോ. ചെന്നൈയിലുണ്ട് MyG ഷോറൂമിൽ. ചെന്നൈയിലുണ്ട് ഗൈസ്. ഞാൻ ഡ്രിങ്ക് ചെയ്യും. ചായ കുടിച്ചിട്ടില്ല. ഓഡിബിളാണോ? നിങ്ങൾക്ക് മഴയുള്ളത് കാരണം ഒരു മിഥിലാജ് ആദ്യമായി ബിഗ് ബോസ് കണ്ടത് കഴിഞ്ഞ ബിഗ് ബോസ് ആണ്. ജാസ്മിൻ ലബിനോട് ജിങ്കോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. യെസ്, ഷിമ സുഖമായിട്ടിരിക്കുന്നു. എക്സ് കണ്ടസ്റ്റൻസ് ലൈവിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമണേഴ്സിന്റെ പ്രൊമോ ഇറക്കിയതുകൊണ്ടാണ്, ഞാനൊരു കോമണർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈവിൽ വന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാം. ബിഗ് ബോസ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും എങ്ങനെ അപ്ലൈ ചെയ്യണം അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊമോ വീഡിയോയിൽ പറയുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ദേവതി വിഘ്നേഷ്, ബിഗ് ബോസ് എക്സ്പീരിയൻസ് പറയുമോ? അത് നോക്കിയാണ് പറയാം. ബിഗ് ബോസ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. അത് എന്താ പറയുക, അതിനകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ ഒരു എക്സാക്ട് ആയിട്ട് ഫീലിംഗ്സ് എന്താ പറയുക, എക്സാക്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. പുറത്ത് വരുന്ന കമന്റ്സും കാര്യങ്ങളെല്ലാം അതുപോലെ അല്ല, എന്താ പറയുക, വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കുറേയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ കുറേയൊക്കെ നമ്മൾ അതിനകത്ത് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആവും നമ്മൾ. പക്ഷേ ഇതെല്ലാം ഈ ഗെയിമിന്റെ പാർട്ടാണ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിലും ഒരുപാട് കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റി. സോ അതൊക്കെ വലിയൊരു കാര്യമാണ്. ഹായ് വിശാൽ, ബിഗ് ബോസ് കയറാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. ബിഗ് ബോസ് കയറാൻ വേണ്ടി ലാലേട്ടന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് വരെ എഴുതി. ഇപ്പം റെഡിയായി, ആഗ്രഹം നടന്നാലും. ഓ വിശാൽ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യാം. എന്തായാലും എങ്ങനെയെങ്കിലും ലാലേട്ടനെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. എനിവേ ഓൾ ദ ബെസ്റ്റ്. ചേച്ചി പേരെന്താണ്? എന്റെ പേര് റസ്മിൻ ഭായ്. ജോസ്ന, സുഖാണ്. കേൾക്കാൻ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. റസ്മിൻ ഒരു ഡൗട്ട്. ഓക്കെ, MyG ഷൂട്ട് ചെയ്ത് തരുമോ? അത് നമ്മുടെ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഫോൺ കൊണ്ട് തന്നെ കേട്ടോ ഷൂട്ട് ചെയ്യാൻ. ആരെ ചോദിച്ച CB ബാബു നമുക്ക് നമ്മുടെ ഫോൺ തന്നെ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ആളെ കൊണ്ടുപോയാൽ മതി. MyG ഷോറൂമിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യാനായിട്ട്. വീഡിയോ യൂട്യൂബർ 881 വീഡിയോ റസ്മിൻ ചെയ്തത് പറയും. വീഡിയോയിൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറയാം. അതായത് ആദ്യം നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറച്ചൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. ജെന്യൂൻ ആയിട്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്യാച്ചി ആയിരിക്കണം. പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ജസ്റ്റ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. അപ്പോൾ അവരെ ഒരു 3 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ 3 മിനിറ്റ് അവരെ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻട്രോയും കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രോ കൊടുത്തു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പോകാൻ ഞാൻ എന്തുകൊണ്ടാണ് പോകണമെന്ന് വിചാരിച്ചെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സെലക്ട് ചെയ്തത്. അജിത് ജോജോ അവരെപ്പോഴാണ് വിളിക്കാൻ തുടങ്ങുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ജൂലൈ 10th ആണ് നമുക്ക് വരുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ജൂലൈ 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ ഓരോ കോൾ വന്ന് തുടങ്ങും. പിന്നെ നമുക്ക് ഓഗസ്റ്റ് ഒരു ആ ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് നല്ല ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ഓഡിഷൻ ജയിക്കാൻ ടിപ്സ് തരും. ഓഡിഷൻ ജയിക്കാനൊന്നുമില്ല. അതായത് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്യാച്ച് ആണെങ്കിൽ അവർ നമ്മൾ എന്തായാലും വിളിച്ച് കഴിഞ്ഞൊരു സൂം മീറ്റിംഗ് ഉണ്ടാവും. ആ സൂം മീറ്റിംഗിൽ എന്താണ് നമ്മൾ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ എല്ലാ ഉത്തരങ്ങളും പറയാം. അവർ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് മുതൽ, അതായത് സ്റ്റാർട്ടിംഗ് മീൻസ് നമ്മുടെ ചെറുപ്പകാലം മുതൽ പോലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കും. നമ്മുടെ രീതികൾ, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസുകൾ എല്ലാം ചോദിക്കും. അപ്പോൾ അതിനെല്ലാം ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതേ ഉള്ളൂ ടിപ്സ് വേറെ പ്രത്യേകിച്ച് ടിപ്സ് ഒന്നുമില്ല. പിന്നെ കുറേ ഡൗട്ട് ഉണ്ടാവും. ക്യാമറ ക്വാളിറ്റി ഫോണിൽ എടുക്കണോ അത് ക്യാമറയിൽ എടുക്കണോ? ക്വാളിറ്റിയിലല്ല, ഐ മീൻ ക്യാമറ എടുക്കുന്ന ക്വാളിറ്റിയിലല്ല കാര്യം, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിലാണ് കാര്യം. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് എൻ്റെ ഒരു നോർമൽ പഴയ ഒരു വിവോ ഫോണിലാണ് ഞാൻ എടുത്തത്. ക്ലാരിറ്റി കുറവായിരുന്നു. ഞാൻ വീട്ടിൽ ലൈറ്റിലിരുന്നായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊന്നും വലിയ വിഷയമല്ല. നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താണോ അങ്ങനെ ചെയ്യാം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യ
സ്വാതന്ത്ര്യം തീർത്ത് കളാം. സോറി, ചേച്ചി ചെയ്ത വീഡിയോയെ കുറിച്ച് പറയും. അതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. പ്രായപരിധിയൊന്നുമില്ല. എനിക്ക് നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും കോൺടാക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ ക്യാച്ച് ആണെങ്കിൽ എന്തായാലും അവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫ് തന്നെ മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. അതിനെ മെയിനായിട്ട് പറയാനുള്ളൂ. മിഥിലാജ്, റസ്മിൻ ഒരിക്കൽ കൂടി ബിഗ് ബോസിൽ കയറും, എന്നിട്ട് കപ്പടിക്കും. ശരി, ഓക്കെ. ഷബീന താഹ, ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ലൈഫിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ പറ്റും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും അതൊരു മൈൻഡ് ഗെയിമാണ്. നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കൂടിയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും വെളിയിൽ വരുന്ന എല്ലാം നമുക്ക് നമ്മുടെ A to Z കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിവ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. യൂട്യൂബർ 8814, ഞാൻ എന്തൊക്കെ പറയുന്നത് ഇതാണ്. ഞാൻ എന്റെ ഇൻട്രോ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്റെ ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, എന്തിനാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ റീസണാണ്. അപ്പോൾ നിങ്ങളുടെ റീസൺ എന്താണോ ആ റീസൺ പറയാം. ചേച്ചി ഷൂട്ടാണ് സംസാരിക്കുന്നത്. താങ്ക് യു. സ്വപ്ന സാരി. യെസ്, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാണോ? മണികണ്ഠൻ, ബിഗ് ബോസ് സീറ്റിൽ നിങ്ങൾ തന്നെയായിരുന്നോ അതോ അവിടെ തന്നെ ജോലിക്കാറുള്ളൂ? ബിഗ് ബോസ് സീറ്റിൽ ബാത്റൂം നിങ്ങൾ തന്നെയായിരുന്നോ അതോ അവിടെ ജോലിക്കാരുണ്ടോ? ഒരു ജോലിക്കാരും ഇല്ല, ആരുമില്ല. ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ, ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് നമ്മൾ, അടിച്ചു വരുന്നത് നമ്മൾ, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അലക്കലും എല്ലാം നമ്മൾ തന്നെയാണ്. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മൈൻഡ് ഉള്ളവർ മാത്രം ഇതിൽ അപ്ലൈ ചെയ്യാം. അതായത് OCD പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ചെയ്യരുത്. കാരണം നമ്മൾ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഓരോ ടാസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ചെളിയാകും, ചിലപ്പോൾ മണ്ണ്, ചിലപ്പോൾ കളർ വെള്ളം, അങ്ങനെ പല ഗെയിംസും ഉണ്ടാവും. അപ്പോൾ OCD പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഈഗോ പ്രശ്നമുള്ളവർ ചെയ്യരുത് പ്ലീസ്. ഹായ് ഹായ് സ്വപ്ന സാജി ഹായ്. നോ മൈജി ഷോറൂം ഇൻ ബാംഗ്ലൂർ ലൊക്കേഷൻ, ഐ ചെക്ക്. ഓക്കെ. റസ്മിൻ, ബിഗ് ബോസിന് അയച്ചു കൊടുത്ത വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ബിഗ് ബോസിൽ അയച്ചു കൊടുത്ത വീഡിയോ ഷെയർ ചെയ്താൽ, ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾ ജെന്യൂനായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ കണ്ടന്റ് ഇതായിരുന്നു. ഞാനൊരു സെൽഫ് ഇൻട്രോ കൊടുത്തു, നല്ലൊരു ഇൻട്രോ ആയിരുന്നു. എന്റെ പേരും എന്റെ നാടും വീടും അതുപോലെ തന്നെ ഞാനിപ്പോൾ കറങ്ങി എന്താണ് ചെയ്യുന്നത്, എന്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളൊരു ഇൻട്രോ കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത് എന്നുള്ളത് കൊടുത്തു. അത് അത്യാവശ്യം ക്യാച്ച് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരെ സെലക്ട് ചെയ്തത്. സനോജ്, ഇപ്രാവശ്യം എവിടെയാണ് ബിഗ് ബോസ് നടക്കുന്നത്? ഇപ്രാവശ്യം ചെന്നൈയിലാണെന്നാണ് കേട്ടത്. ചെന്നൈയിൽ തന്നെ ആയിരിക്കും. ചെന്നൈയിലില്ല, നോക്കി. ഓക്കെ. റസ്മിനെ കാണുമ്പോൾ സിനിമ നടി റോമേ പോലുണ്ട്. താങ്ക് യു മിഥിലാജ്, താങ്ക് യു. ഹരികൃഷ്ണൻ, ബിഗ് ബോസ് എന്നാ തുടങ്ങുന്നത്? ഓഗസ്റ്റിൽ തുടങ്ങും. ബിഗ് ബോസ് എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങും. വിഷാദ്, മൈജി പോയി ബട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. മിക്കവാറും നാളെ കൊണ്ട് മൈജി കാര്യങ്ങൾ സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെയിലി ഇപ്പം മൈജി പോകാനോ ഡെയിലി എപ്പോഴും മൈജിയിൽ പോകുന്നതാണ് പതിവല്ലേ? എന്താണ് വിശാഖ് എനിക്ക് ഓൾ ദ ബെസ്റ്റ്. ഡെഡിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പിന്നെ മൈജി ഷോറിലെ സ്റ്റാഫുകൾ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്? ചമ്മൽ തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികം ക്യാമറകൾ, അതുപോലെ തന്നെ ഇത്രയും അധികം ജനങ്ങൾ, ഇത്രയും കോടി ജനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചമ്മൽ ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ഒരു ടെസ്റ്റിംഗ് കൂടി തന്നെയാണ്. നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ, നമ്മുടെ ഒരു പിന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു രീതിയെ മാറ്റി നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളത്. അതാണ് കോൺഫിഡൻസ്. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാനേ പറ്റില്ല. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗിൽ അങ്ങനെ ഒരു ചലഞ്ച്, അതായത് ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ചലഞ്ച് കിട്ടിയ ശരിക്കും നല്ലതാണ്. അതെല്ലാം മാക്സിമം യൂസ് ചെയ്യാം. വീഡിയോ മൈജിയിൽ തന്നെ പോയി എടുക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. സോ മൈജിയിൽ തന്നെ പോയാണ് എടുക്കുന്നത്. സ്വപ്ന സാജി ഹായ്. കിരൺ മണിക്കർ, നമ്മൾ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്? വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് 50 MB താഴെ ആയിരിക്കണം വീഡിയോയുടെ ഒരു സൈസ് വരുന്നത്. അത് ജിയോ അതിന്റെ സൈറ്റ് ഉണ്ടാവും, അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. ആ സൈറ്റിലാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. BB7 jiostar.com, BB7 jiostar.com നമ്മൾ കയറി അപ്ലോഡ് ചെയ്യുന്നത്. 50 MB താഴെ ആയിരിക്കണം ഈ സൈറ്റ് വരുന്നത്. ഹൗ മെനി കോമണേഴ്സ് വിൽ ബി ദർ ഇൻ നെക്സ്റ്റ് സീസൺ? ഇതൊന്നും എനിക്കറിയില്ല. സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ 2 3 4 കോമണേഴ്സ് ഉണ്ടാവും. നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് പ്രൊഫഷണലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ബിഗ് ബോസിന്റെ ടീമുണ്ട്, ഇത് സെലക്ഷൻ ടീമുണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവർക്ക് കോമണേഴ്സിന് 2 3 പേര് നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ 3 4 പേര് അവർ സെലക്ട് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ പ്രസന്റേഷൻ രീതി എപ്പോൾ അടിപൊളിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ക്യാച്ച് അയക്കുക. യെസ്. സുലു, സീസൺ 6 ഉള്ളത് പോലെയുള്ള പൊളി ടീം സിനിമ സീസണിൽ ഉണ്ടാകുമോ? നിങ്ങൾ അത്രയ്ക്ക് സൂപ്പറായിരുന്നു. താങ്ക് യു. രേവതി വിഘ്നേഷ്, കണ്ടസ്റ്റൻസ് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാറുണ്ടോ? ഞാൻ കുറേ പറയുന്നു. കണ്ടസ്റ്റൻസിനുള്ള ടിപ്സ് ആണിത്. എന്താ പറയുക, ജെന്യൂൻ ആയിട്ട് നിൽക്കുക. ഓക്കെ. പിന്നെ ആരെയും അധികം ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അനുഭവം കൊണ്ട് പറയാനാണ്. നമ്മൾ ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് നിൽക്കണം. നമ്മൾ കുറേ ദിവസം അതിനകത്ത് നിൽക്കുമ്പോൾ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫാമിലി പോലെ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരുടെ നിൽക്കും. പക്ഷേ എല്ലാവരും മറന്നു പോകും. ഇതൊരു ഗെയിമാണ്. അവരും ഗെയിം കളിക്കാൻ, നമ്മളും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ബിഗ് ബോസ് തരുന്ന ടാസ്കും കാര്യങ്ങളനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. ആരും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓവറായിട്ട് വർത്തിക്കാനോ നിൽക്കണ്ട. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് പറയാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതിന് നമ്മൾ ആരും നോക്കുന്നു വേണ്ട. നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ആ ടൈമിൽ ചെയ്യാൻ പറയാം. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ചെറിയ മോനുണ്ട്. അതിനിപ്പോൾ എന്താ, ഇപ്പോൾ നിശാനത്തേക്ക് 3 മക്കളാണ്. 2 3 കുട്ടികളുണ്ടായിരുന്നു. നിശാനത്ത് വന്നു, അതുപോലെ യമന ചേച്ചി, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വിഷയമില്ല. അവർക്ക് ഫുൾ സപ്പോർട്ട് ആയിരിക്കും. നമുക്ക് അവരെ മിസ് ചെയ്യും, പക്ഷേ അവർക്ക് നമ്മൾ മിസ് ചെയ്യില്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും മിസ്സിംഗ് ഉണ്ടാവില്ല. അച്ചു ഹായ് റസ്മിൻ, സുഖമാണോ? ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? ബിഗ് ബോസിലെ എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ടോ? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ലൈവിൽ കണ്ടത് സന്തോഷം. അച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ, ബിഗ് ബോസിൽ എല്ലാവരും കോൺടാക്ട് ഉണ്ട്. അങ്ങോട്ടും ഞങ്ങൾ കാണാറുണ്ട്. എല്ലാവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ഓൾമോസ്റ്റ് കുറേ പേരായിട്ട്. ഷിമാർ 777 എന്താണ്? അതെനിക്കറിയില്ല കേട്ടോ, എന്താണ്? യെസ്.
അവരെ ഇംപ്രസ് ചെയ്യാൻ വാട്ട് ഷുഡ് ബി ഡു? സ്മാർട്ട് ആയിരിക്കുക, ആക്റ്റീവായിട്ട് സംസാരിക്കുക, ബോൾഡ് ആയിട്ട് സംസാരിക്കുക, കോൺഫിഡൻറ്റ്ലി സംസാരിക്കുക. അതാണ് മെയിൻ തിങ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് മെയിൻ. ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും. പിന്നെ നിങ്ങൾ കണ്ടന്റ് പാടാൻ കണ്ടന്റ് ഉള്ളിൽ ശ്രദ്ധിച്ചാൽ സെറ്റാണ്. യെസ്, കമന്റ്സ് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്ലൈ ചെയ്തു. അജിത് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും അവരെ കണ്ടിട്ട് എന്തായാലും വിളിക്കട്ടെ. എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരുന്നു? മൈജി ഷോറൂമിൽ പോവാം. മൈജി ഷോറൂമിൽ നിങ്ങൾ പോകുമ്പോൾ മൈജി ഷോറൂമിലാണ് ബിഗ് ബോസിന്റെ ഒരു ബിഗ് എൻട്രി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഒരു ഏരിയ ഉണ്ടാവും. നമ്മുടെ കോമേഴ്സിന് നമ്മൾ സാധാരണ ആൾക്കാർക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം. 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോ വരാൻ പാടില്ല. വീഡിയോ എടുത്തതിന് ശേഷം 50 MB അത് ആ ഒരു ഫയലിലേക്ക് ആക്കിയിട്ട് നമ്മൾ pp7.geo സ്റ്റാറിലെ ഒരു ചെറിയൊരു മൈക്രോസൈറ്റിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. വെരി സിമ്പിൾ. കണ്ടസ്റ്റൻസിന് ടിപ്സ് കൊടുക്കാനുണ്ടോ? ഞാൻ കൊടുത്തു. എനിക്ക് വലിയ അർഹതയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ ആയി മീനു ഇതിൽ അർഹത ഇല്ല. നമ്മളെല്ലാവർക്കും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം മൈജി ഷോറൂമിൽ പോയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ അതിൽ നെഗറ്റീവ് ആവുന്ന കാര്യമില്ല. മൈജി പോയി തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടോ? മൈജിയിൽ തന്നെ പോയി വീഡിയോ എടുക്കണം. അതാണ് ഭയങ്കര ക്രൈറ്റീരിയ. വീഡിയോ അയച്ചു കൊടുക്കേണ്ട ഫോർമാറ്റ് അതാണ് പറഞ്ഞത്. വീഡിയോ 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. 50 MB താഴെ ആയിരിക്കണം. വെബ്സൈറ്റിൽ അയച്ചു കൊടുത്താൽ. യെസ്, ഫ്രണ്ട് ക്യാമറ വെച്ചാണോ ബാക്ക് ക്യാമറ ആണോ ബെറ്റർ? എല്ലാത്തിനും ബാക്ക് ക്യാമറ ആയിരിക്കും ബെറ്റർ. എടുത്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ ആയിരിക്കും ബെറ്റർ. ഞാൻ അപ്ലൈ ചെയ്തു. യെസ്, വെരി ഗുഡ്. ചാനൽ മാറി ഏഷ്യാനെറ്റ് ആണെന്ന് കരുതി വന്നത്. ഓ, അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ? നേരത്തെ പറഞ്ഞു 50 MB താഴെ എന്താ പറയുക ഫയലാക്കിയതിനു ശേഷം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി എന്താ? ഹായ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു. എനിക്ക് എല്ലാ ചിരിയിൽ നിന്ന് ഉത്തരം കിട്ടി. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. സേഫ് ആണ് എടുത്ത് സ്റ്റാഫാണ് എടുത്തത്. ഓക്കെ അജിത്തിന് മൈജിയിലുള്ള സ്റ്റാഫാണ് എടുത്തത്. അതാ മൈജിയിലെ സ്റ്റാഫ് എന്തായാലും നിങ്ങളെ സഹായിക്കാനുണ്ടാവും കേട്ടോ. അയ്യോ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, ലാലേട്ടനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ ഭയങ്കര ക്യൂട്ടാണ് ലാലേട്ടൻ ചില സമയത്ത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽമാരില്ല. അതുപോലെ ലാലേട്ടൻ വരുമ്പോഴേക്കും ഞങ്ങൾ പേടിക്കും. എന്തെങ്കിലും കുട്ടികളെ വെച്ചിട്ടുണ്ടാവും. അത് അപ്പോൾ എന്താ സ്ക്രീനിൽ ലാലേട്ടൻ ആദ്യമേ ചിരിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ഇത് കുഴപ്പമില്ല ഇത് നോക്കിയായിരുന്നു. പക്ഷേ സ്ക്രീനിൽ നമ്മൾ ലാലേട്ടനെ കാണുമ്പോൾ തന്നെ കലിപ്പ് ലുക്കാണെങ്കിൽ തീർന്നു. ഞങ്ങൾ പേടിച്ചൊരു വഴിയാണ്. അതാണ്. പിന്നെ ഭയങ്കര രസമാണ്. നേരത്തെ ഞാൻ കണ്ടപ്പോൾ ലാലേട്ടൻ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ക്യൂട്ടാണ്. അടിപൊളി. നെഗറ്റീവ്സ് ഒക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. നെഗറ്റീവ്സ് ഒക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നേരിടാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ശക്തി തരുന്ന അല്ലെങ്കിൽ കരുത്ത് തരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിരിച്ചറിവുകൾ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറെ പഠിപ്പിക്കാനും പറ്റും, നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു രീതിയിൽ കണ്ട് ആ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ മൈജി ഷോറൂമിൽ തന്നെ പോകണം. മൈജി ഷോറൂമിൽ പോയി നിങ്ങൾ 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോ എടുക്കരുത്. 3 മിനിറ്റിനുള്ളിൽ തന്നെ വീഡിയോ എടുക്കുക. അതിൽ നിങ്ങളുടെ ഇൻട്രോ കൊടുക്കുക. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് അവർ പറയാം. ആൻഡ് 50 MB ഫയലാക്കിയിട്ട് വേണം സൈറ്റിലേക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ അത്ര ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്താ പറയുക, 3-4 കോമണേഴ്സ് വരട്ടെ. അതിൽ പെൺകുട്ടിനില്ല ആൺകുട്ടിനില്ല, ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ളവരായിരിക്കണം അവരെല്ലാം കയറട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു ബിഗ് ബോസ് വരാനായി. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്, നിങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. അപ്പോൾ ബൈ.